നമ്മൾ കാണിക്കാൻ പോകുന്നത് കസ്കസ് എങ്ങനെ ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പം നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഇങ്ങനെ കസ്കസിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കാര്യം. അപ്പോൾ അധികം പേരും അതിങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് അറിയുന്നവർ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഈ ഒരുപാട് കസ്കസിൽ പൊട്ടാസ്യം, അതേപോലെ തന്നെ മാഗ്നീഷ്യം, അയേൺ, അപ്പോൾ എന്നീ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യനാരുകൾ, ഫാറ്റി ആസിഡുകൾ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മളെ കസ്കസ്. അപ്പോൾ അത് നമുക്ക് നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന തുളസി, അതിൽ നിന്നുള്ള ആ ഒരു പൂവിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് പിന്നെ നല്ല ഫ്രഷ് കസ്കസ് ഉണ്ടാക്കുക എന്നുള്ള കാണിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് തുളസിയുടെ നല്ല ഉണങ്ങിയ പൂവാണ് വേണ്ടത്. അപ്പം നന്നായി ഉണങ്ങിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണങ്ങാതെ തന്നെ നല്ല മൂത്ത തുളസിപ്പൂവ് ഒടിച്ച് കൊണ്ടുവച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും. നന്നായി ഉണങ്ങി കിട്ടും. ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഫ്ലവർ വൈസ് ഇല്ലേ അതിൽ വെച്ച് ഞാൻ അങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും. അതിങ്ങനെ നന്നായി ഇങ്ങോട്ട് തിരുമ്മിയെടുക്കാം ഇതുപോലെ. അപ്പം നന്നായി തിരുമ്മിയെടുക്കുമ്പോൾ അതിൻ്റെ സീഡ്സൊക്കെ അങ്ങോട്ട് തൊഴിഞ്ഞ് കിട്ടും. മുറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ നന്നായി തൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അത് ചേറുകയെന്നറിയും, ചേറിയെടുക്കുക, ഇങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് ഈ ഇലകളും ഒക്കെ ഒരു ഭാഗത്തേക്ക് വരും. ഇപ്പോൾ സീഡ്സൊക്കെ കണ്ടോ, ഒരു വശത്തോട്ട് സീഡ്സ് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുക. പതുക്കെ ഊതണം, അല്ലെങ്കിൽ ഒന്നാകെ അങ്ങോട്ട് പാറിപ്പോവും. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കരടുകളും ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ നന്നായി ക്ലീൻ ആകുന്നവരെ നന്നായി ഇങ്ങോട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഊതി കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായി ഇങ്ങോട്ട് ക്ലീനായി കിട്ടും. കണ്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു അരിപ്പെടുത്തിട്ട് അങ്ങനെ അരിച്ചു എടുക്കുക. അങ്ങനെയും തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ക്ലീനായി കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ ക്ലീനായി വന്നില്ലേ. പതുക്കെ ഊതി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് എല്ലാം കൂടെ പാറിപ്പോകും. അപ്പോൾ ഒക്കെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് അല്പം വെള്ളം എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് എടുക്കും ഒന്നും ഇങ്ങോട്ട് കുതിർന്ന് വരാൻ, കംപ്ലീറ്റ് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുതിർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും പിന്നെ കരടൊന്നും വേണ്ടെങ്കിൽ നന്നായി ഊതി അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായി കുതിർന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ 10 മിനിറ്റ് ആവട്ടെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ജ്യൂസിലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സർബത്തിലും എല്ലാത്തിലും, ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതും തൈരും കൂടെ കൂട്ടി നന്നായി ഇങ്ങനെ മിക്സിയിലടിച്ച് തേച്ച് കൊടുത്താൽ മതി. അതിനും നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സീഡ്സാണ് ഈ കസ്കസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.